2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സിപിഎമ്മിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു ഉണ്ടായത്. അതിനുശേഷം 2024 തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും സിപിഎമ്മിനെ സംബന്ധിച്ച് വൻപിച്ച പരാജയം തന്നെയുണ്ടായി. അതിനുള്ള പ്രധാന കാരണങ്ങളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ സിപിഎം തന്നെ പുറത്തുവിടുന്നുണ്ട്. നീലപ്പെട്ടി ഉൾപ്പെടെയുള്ള വിവാദങ്ങളും അവ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ട് എന്ന പ്രതീതിയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ബാധിച്ചതായി സിപിഎം ഇപ്പോൾ പറയുകയാണ്. ഈ രാഷ്ട്രീയ സംഘടനാ പ്രശ്നങ്ങൾ ബാധിച്ചിരുന്നില്ല എങ്കിൽ മുന്നേറാൻ കഴിയുമായിരുന്നു എന്നും പാർട്ടി ലക്ഷ്യമിട്ട് രണ്ടാം സ്ഥാനം നഷ്ടപ്പെട്ടതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായ NN കൃഷ്ണദാസിനെ സംസ്ഥാന കമ്മിറ്റി താക്കീതും ചെയ്തത്. കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലിൽ നടത്തിയ വിവാദ പാതിരാ റെയ്ഡിനെ സംസ്ഥാന കമ്മിറ്റി തള്ളിപ്പറഞ്ഞില്ല. എന്നാൽ റെയ്ഡിന് വേണ്ട നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ പോലീസിന് വീഴ്ച വരുത്തിയെന്നും വനിതാ നേതാക്കൾക്ക് അസൗകര്യം ഉണ്ടാക്കിയെന്ന പരാതിയും കോൺഗ്രസ് പ്രചരണ സമയത്ത് പ്രയോജനപ്പെടുത്തിയതും സിപിഎം പറയുന്നുണ്ട്. റെയ്ഡിനെതിരെ എതിർ പ്രചരണം എങ്ങനെ നടക്കുമ്പോഴാണ് അതിനെ കൃഷ്ണദാസ് തള്ളിപ്പറഞ്ഞത്. പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ സ്വീകരിച്ച നിലപാടിനെ സംസ്ഥാന കമ്മിറ്റി അംഗമായ നേതാവ് നിരാകരിച്ചു. ഇത് പാർട്ടിയിൽ യോജിപ്പില്ല എന്ന പ്രതീതി ഉളവാക്കി. ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ തുടരുകയാണെന്ന സാഹചര്യം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. രണ്ടാം സ്ഥാനം ലഭിച്ച BJPക്കാൽ 2256 വോട്ടാണ് സിപിഎമ്മിന് കുറവ് വന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 13,000-ലേറെ വോട്ടിന്റെ വ്യത്യാസം കണക്കിലെടുക്കുമ്പോൾ പാർട്ടിക്ക് ഇത് നേട്ടമാണ് എങ്കിലും യോജിച്ച് നിന്നിരുന്നുവെങ്കിൽ BJPയെ മറികടക്കാനായേനെ എന്ന ചിന്ത സിപിഎമ്മിനുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയും അതീവ ഗൗരവത്തോടെ തന്നെ കാണണമെന്ന് സംസ്ഥാന കമ്മിറ്റി നിരീക്ഷിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും വൻ ഭൂരിപക്ഷം നേടായി കോൺഗ്രസിന് സഹായകമായി. എന്നാൽ അടിസ്ഥാന ഇടത് വോട്ടുകളിൽ വൻ ചോർച്ചയുമുണ്ടായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നേടിയ വോട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 13% കുറഞ്ഞിട്ടുണ്ടെന്ന് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആനിരാജ മത്സരിച്ചപ്പോൾ കിട്ടിയതിലും 72,000 വോട്ടും കുറഞ്ഞു. പട്ടിക വിഭാഗം വോട്ടുകളടക്കം നഷ്ടപ്പെട്ടെന്നാണ് സിപിഎമ്മിന്റെ വിശകലനം. സിപിഎമ്മിനെ സംബന്ധിച്ച് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഏക ലക്ഷ്യം. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരുക്കൾ നീക്കുകയാണ്. ആ കരുക്കൾ നീക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിശകലനങ്ങളെല്ലാം തന്നെ സിപിഎം അതീവ ഗൗരവത്തോടെ കാണുന്നത്. മാത്രമല്ല, ചെറിയ ഭിന്നതയാണെങ്കിൽ പോലും ആ ഭിന്നതയെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നേരിടുന്ന വൻപിച്ച പരാജയത്തെ മറികടക്കാനാകൂ എന്ന ഉത്തമ ബോധ്യം സിപിഎമ്മിനെ സംബന്ധിച്ചുണ്ട്. മാത്രമല്ല, ഈ വർഷം അതായത് 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് സിപിഎമ്മിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് അനുസരിച്ച് കൊണ്ടായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വാഴും എന്ന് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള തീവ്ര ശ്രമം സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ 2024 സിപിഎം പയറ്റിയ എല്ലാ തന്ത്രങ്ങളും തിരിഞ്ഞു കൊത്തിയെന്ന് കാണാം. വടകരയിലെ കാഫിർ വിവാദം ഉൾപ്പെടെ ഇപ്പോൾ പാലക്കാട്ടേക്ക് വരുമ്പോൾ നീലപ്പെട്ടി ട്രോളി വിവാദവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ വിവാദങ്ങളും സിപിഎമ്മിന് തന്നെ വിനയായി എന്ന് കാണാം. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സിപിഎമ്മിന്റെ ആണെങ്കിലും ഇടതുപക്ഷത്തിന്റെ ആണെങ്കിലും വോട്ട് ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണമായി വന്നത്. KK ശൈലജ എന്ന വനിതാ സ്ഥാനാർത്ഥിയെ സിപിഎം മത്സര രംഗത്തേക്ക് കളത്തിലിറക്കുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ കേരളത്തിന്റെ തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട് എന്ന് 2021 തെളിയിച്ച വനിതയായിരുന്നു KK ശൈലജ. എന്നാൽ അതേസമയം 2024 എത്തുമ്പോൾ KK ശൈലജ അടക്കം സിപിഎമ്മിന്റെ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽപ്പെട്ട് ഉഴലുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് സിപിഎമ്മിനെ സംബന്ധിച്ച് സിപിഎമ്മിന്റെ വിശ്വാസ്യതയ്ക്ക് വളരെയധികം മങ്ങലേൽക്കുന്ന കാഴ്ച. 4 വോട്ടിന് വേണ്ടി എന്ത് തരം താണ പ്രവൃത്തിയും സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് കോൺഗ്രസുകാർ പറയുമ്പോൾ അതെല്ലാം തന്നെ ശരിവെക്കുന്നതായിരുന്നു സിപിഎമ്മിന്റെ പ്രവർത്തനം എന്നുള്ളത് തന്നെ സിപിഎം പോലും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. ആ അംഗീകാരം തന്നെയാണ് ഇപ്പോൾ ട്രോളി വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. മാത്രമല്ല, ഈ ട്രോളി വിവാദം സിപിഎമ്മിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ വലിയ തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അന്നും കൃഷ്ണദാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്ന് പരിഗണിച്ചിരുന്നുവെങ്കിൽ അത് അത്ര വലിയ വിവാദമായിരുന്നില്ല എങ്കിൽ സിപിഎമ്മിന് ഇത്ര വലിയ തിരിച്ചടി പോലും ലഭിക്കുമായിരുന്നില്ല. പക്ഷേ അപ്പോഴും സിപിഎം ആ പെട്ടിയിൽ ഉറച്ചു നിന്നു എന്നുള്ളതും പാലക്കാട്ടെ ജനങ്ങൾക്കിടയിലെ വിശ്വാസ്യത നഷ്ടപ്പെടാനുള്ള കാരണമായി. ആ തിരിച്ചറിവാണ് ഇപ്പോൾ സിപിഎമ്മിന് വന്നിരിക്കുന്നത്.